ഹലോ ഗൈസ്, ലിറ്റിൽ ഗെയിമർ നമ്മൾ ചെടിയൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളെ മൈക്കിൾ നമ്മൾ അർജൻറ്റായി കണ്ട് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് വീട്ടിൽ പോകണം. അപ്പോൾ എന്തായാലും നമ്മൾ ഷിൻജാനോട് പറഞ്ഞിട്ട് പോയതാച്ചു ഗൈസ്. അപ്പോൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ബെല്ലൈക്കൺ അടിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ ഷിൻജാനോട് പോയി പറയണം ഗൈസ്. നമ്മളെ മൈക്കിളിൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യമൊക്കെ പറയട്ടെ ഗൈസ്. എന്തായാലും അവിടെ ഷിൻജാനെ, എൻ്റെ ഫ്ലെങ്കിൽ ബൈ, ഞാൻ മൈക്കിളിൻ്റെ വീട്ടിലേക്ക് ഒന്ന് അർജൻറ്റായി പോകുന്നുണ്ട് കേട്ടോ. ഫ്ലെങ്കിൽ ബൈ ഞാനും വരട്ടെ, ഇത് വേണ്ട പറഞ്ഞോളാം, അവർ അർജൻറ്റ് ആയതുകൊണ്ടാ. ഓക്കെ ഫ്ലെങ്കിൽ ബൈ, ഞാൻ ഇവിടെ നിന്നോളാം. അവിടെ ഷിൻജാൻ എന്നാൽ ഞാൻ പോവാട്ടോ. ഓക്കെ ഫ്ലെങ്കിൽ ബൈ, നിങ്ങൾ പോയിക്കോടി. ഓക്കെ, നമ്മുടെ ഷിൻജാനൊക്കെ പറഞ്ഞ് സമ്മതിച്ചിട്ട് ഗൈസ്. എന്തായാലും നമുക്ക് നേരെ നമ്മളെ മൈക്കിളിൻ്റെ വീട്ടിൽ പോവാം. ഓക്കെ, നമ്മളെ പുതിയ കാർ എടുത്താൽ പോകണേ ഗൈസ്. ഈ കാറിൻ്റെ വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. കാണാത്തവരൊക്കെ പോയി കാണുക ഗൈസ്. എന്തായാലും നമുക്ക് നമ്മളെ ഈ വണ്ടി എടുക്കാൻ നേരെ നമ്മളെ മൈക്കിളിൻ്റെ വീട്ടിലേക്ക് പോവാം ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ പോവാം ഗൈസ്. നമ്മളെ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നേരെ നമുക്ക് പോവാം ഗൈസ് നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിലേക്ക്. ഒടുവിൽ ഞാൻ ആ മരുന്ന് കണ്ടെത്തി. ഇനി ഈ മരുന്ന് ഏതെങ്കിലും കുട്ടീൻ്റെ മേത്ത് കുത്തി വെച്ചാൽ ആ കുട്ടി ജോയിൻറ്റ് കുട്ടിയായി മാറും. പിന്നെ അവൻ എൻ്റെ അടിമയായി മാറും. ഇവിടെ ഒരു വീടുണ്ട്. ഈ വീട്ടിൽ തന്നെ ആദ്യം പോയേക്കാം. ആ വീട്ടിൽ ആരെങ്കിലും ഉണ്ടായാൽ മതിയുള്ളൂ, ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടായാൽ മതിയുള്ളൂ. ആ കുട്ടീൻ്റെ മേത്ത് കുത്താം. അങ്ങനെ വീടെത്തി. വല്ല പൈസക്കാരൻ്റെ വീടാ തോന്നുന്നു. എന്തായാലും ഇവിടെ നിർത്തിങ്ങാണ്. എന്തായാലും അവിടെ ഏതെങ്കിലും കുട്ടി ഉണ്ടോ നോക്കി നോക്കട്ടെ. എന്തായാലും പോയി നോക്കി നോക്കട്ടെ, വല്ല കുട്ടികളും ഉണ്ടായാൽ മതിയേനു. എൻ്റെ പരീക്ഷണം സക്സസ് ആകും ഇക്കാര്യം. എന്തായാലും പോയി നോക്കാം. ഹലോ ബ്രോ, ഉണ്ടോ? ഹലോ, ആരാ വിളിക്കുന്നത്? ഫ്രാങ്കിൽ ബൈ വന്നോ? എന്തായാലും പോയി നോക്കാം. ഹലോ, ആരാണ്? എൻ്റെ പ്രതീക്ഷകളൊന്നും തെറ്റിയില്ല. ഇവരൊരു കുട്ടിയുണ്ട്. എന്ത് പറഞ്ഞിട്ടാ ഈ കുട്ടീനെ ഇതാക്കുക? കിട്ടിപ്പോയി. ഹലോ മോനെ, ഇവിടെ ഡെലിവറി ബോയാ ഞാൻ. ഡെലിവറി ബോയോ? എന്താണ് മാമ? ഇവിടെ ഒരു മിനി താറിൻ്റെ ഒരു ഇത് വന്നിക്കുന്നു, ഓർഡർ. മിനി താർ എവിടെ? വാ മോനെ, ഇങ്ങോട്ട് വാ, കാണിച്ചടാ. എന്നാ പിടിച്ചടാ. ഞങ്ങൾ ആ കുട്ടി ബോധം കെട്ടി. എന്താ ഞാൻ ഇനി ഇവിടുന്ന് മുങ്ങാം. അവന് ഭയങ്കര വലിയ ജൈൻറ്റ് ഷിൻജാനെ മാറും. ഫ്രാങ്ക്ലിനെ എന്നെ രക്ഷിക്ക്. ഫ്രാങ്ക്ലിനെ എന്നെ രക്ഷിക്ക്. ഗൈസ്, അപ്പോൾ നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിലൊക്കെ പോയി വന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്കിത് നേരെ നമ്മുടെ ഷിൻജാൻ്റെ അടുത്തേക്ക് പോയേക്കാം. ഷിൻജാൻ അവിടെ ഒച്ചക്കാണ് ഗൈസ്. എന്തായാലും നമുക്ക് നേരെ പോയേക്കാം. ഇതെന്താ ഇങ്ങനെ? ഇതെന്തൊരു ചുവപ്പ് കളറൊക്കെ? ഇതെന്ത് സാധനം? എടാ ഷിൻജാൻ, നീ എവിടെടാ? ഫ്രാങ്ക്ലിനെ, ഇത് ഞാനാ ഫ്രാങ്ക്ലിനെ. ഏത്? മോൾക്ക് നോക്ക് ഫ്രാങ്ക്ലിനെ, മോൾക്ക് നോക്ക്. ഞാൻ നോക്കട്ടെ എന്തായാലും. ഓക്കെ, മോൾക്കൊക്കെ പറയുന്നു, നോക്കി നോക്കട്ടെ ഗൈസ്. എന്തായാലും ഞാൻ എടാ ഷിൻജാൻ, നീ എന്താ എത്ര പോണ ഷിൻജാൻ? ഫ്രാങ്ക്ലിനെ, അത് ഒരാൾ വന്ന് ഡെലിവറി ബോയ് എന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചു വരുത്തി. ഇന്നത്തെ ആയാലും എൻ്റെ വീട്ടിൽ ഒരു മരുന്ന് കൂട്ടി. പിന്നെ ഞാൻ ഇത്ര പോലെ ആരായി മാറി. ഫ്രാങ്ക്ലിനെ, ഞാൻ രക്ഷിക്കും. ഫ്രാങ്ക്ലിനെ ഞാൻ രക്ഷിക്കും. ഒരു മിനിറ്റ്, ഞാൻ എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. വല്ല ഐഡിയ കിട്ടാതെ നോക്കട്ടെ ഞാൻ. ഓക്കെ ഫ്രാങ്ക്ലിൻ ബൈ, പെട്ടെന്ന് എന്തെങ്കിലും ആലോചിച്ച്. ഓക്കെ, നീ എന്തായാലും ഒരു മിനിറ്റ്, ഞാൻ എന്തായാലും സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി നോക്കട്ടെ. ഓക്കെ, നമ്മൾ ഷിൻജാനോട് അങ്ങനെ പറഞ്ഞ് കൺഫ്യൂസ് ആക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും സയൻറ്റിസ്റ്റിനോട് വിളിച്ച് ചോദിച്ചു നോക്കാം. നമ്മുടെ ഷിൻജാൻ്റെ കാര്യമൊക്കെ പറയാം. സയൻറ്റിസ്റ്റ് സഹായിച്ചാൽ മതിയേനു ഗൈസ്. നമുക്ക് എന്തായാലും വിളിച്ചോക്കാം ഗൈസ് ഇവിടുന്ന് ഇഷ്ടത്തെ. ഓക്കെ, ഞാൻ ഒന്ന് വിളിച്ചോക്കട്ടെ. ഓക്കെ, റിങ് ചെയ്യുന്നുണ്ട്. ഹലോ സയൻറ്റിസ്റ്റ്. എന്തോടോ? സയൻറ്റിസ്റ്റ്, നമ്മുടെ ഷിൻജാനൊരു ജൈൻറ്റ് ഷിൻജാനായി മാറിയിട്ടുണ്ട്. ജോയിൻറ്റ് ഷിൻജാനോ? ഓ മൈ ഗോഡ്. എന്താ സയൻറ്റിസ്റ്റ്? അതിപ്പോൾ ഞാൻ ജോയിൻറ്റ് ഷിൻജാനായതിൻ്റെ കാരണം എന്താ അറിയോ? എനിക്കറിയാം അതിൻ്റെ കാരണം എന്താണ്. അത് ഒരാളുണ്ടല്ലോ, അവൻ്റെ മേത്തേക്ക് എന്തോ ഒരു ഇഞ്ചക്ഷൻ കുത്തിച്ചിക്കാണ്. അതുകൊണ്ട് ഇനി ഓൻ്റെ അടിമയായി മാറും. പിന്നെന്താണ് എൻ്റെ വീട്ടിലേക്ക് പോകാൻ അതിൻ്റെ മരുന്ന് തരാം. ഓക്കെ സയൻറ്റിസ്റ്റ്. ഓക്കെ, നമ്മുടെ സയൻറ്റിസ്റ്റ് വിളിച്ച് പറയാണ് ഷിൻജാൻ ഒരു ഡെവിൾ ഷിൻജാനൊക്കെ ആയി മാറുന്നു. പിന്നെ ഈ സിജൊക്കെ നശിപ്പിക്കുന്ന പറയുന്നത് ഗൈസ്. ആലോചിക്കുന്നത് പേടിയാവും. നമുക്ക് എന്ത് വില കൊടുത്ത് നമ്മൾ ഷിൻജാൻ രക്ഷിക്കണം ഗൈസ്. എന്തായാലും നമുക്ക് നമ്മുടെ സയൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകാം ഗൈസ്. നമ്മുടെ സയൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്ക് എന്തായാലും സയൻറ്റിസ്റ്റ് ഇവിടെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് പോയൊക്കെ സയൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്ക് ഗൈസ്. നമ്മുടെ സയൻറ്റിസ്റ്റിനെ കണ്ടിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ഇനി നമ്മുടെ കാര്യങ്ങളൊക്കെ സയൻറ്റിസ്റ്റിനോട് പറയാം. സയൻറ്റിസ്റ്റ്, മരുന്ന് കിട്ടിയ സയൻറ്റിസ്റ്റ്. അവിടെ മരുന്നൊക്കെ ഉണ്ടാക്കിയിരുന്നത് ചെറിയ പ്രശ്നമുണ്ട്. എന്താ സയൻറ്റിസ്റ്റ്? അവിടെ മരുന്നിനൊരു ലോഷൻ ഉണ്ട്, ഒരു മരുന്നുണ്ട്. അത് പോലീസ് സ്റ്റേഷനിലാണ്. ആൾക്ക് എടുക്കാൻ പറ്റുമോ? എന്ത് പറഞ്ഞ സയൻറ്റിസ്റ്റ്? അതൊരു ഗോൾഡൻ പിയൂണാണ്. ആ പിയൂണ് എടുത്തുകൊണ്ട് ഞാൻ സഹായിച്ചു തരാം. ഓക്കെ, ഞാൻ എന്തായാലും പിയൂൺ എടുക്കാം. ഒന്ന് നീ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. ഓക്കെ ഗൈസ്, നമ്മുടെ പോലീസ് സ്റ്റേഷനിലെത്തി നമ്മളെ
സയൻറ്റിസ്റ്റ് പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ ഒരു ഗോൾഡൻ പിയൂൺ ഉണ്ട് ഗൈസ്. അത് എടുത്താലാണ് നമ്മൾ ഷിൻജാനെ രക്ഷിക്കാൻ പറ്റുന്നത്. ഓക്കെ ഗൈസ്, ഇവരോട് ചോദിച്ചാൽ എന്തായാലും അവിടെ കയറ്റൂല, എനിക്കറിയാം ഗൈസ്. എന്തായാലും നമുക്കിന്ന് മെല്ലെ കയറിയാണ് പോയിരിക്കുക. അതാണ് ബുദ്ധി ഗൈസ്. എന്തായാലും മെല്ലെ പോവാ ഗൈസ്. ഓക്കെ എന്തായാലും നമുക്കിവിടെ മുകളിലാണ് തോന്നുന്നു ഗൈസ്. നമുക്ക് പോയേക്കാം. ഇങ്ങോട്ടോടോ നീ പോണത്? സാറേ ഒന്നുമില്ല സാറേ. ഒന്നവിടെ പോയി നിൽക്കടാ. മേലൊക്കെ ഓർന്നു. ഓക്കെ ഞാൻ അവിടെ നിന്നോടാ. ഓക്കെ ഇതൊക്കെ തോന്നില്ല ഞാൻ 60 ആകുമെന്ന് ഗൈസ്. എന്തായാലും നമുക്ക് ഒറ്റ ഓട്ടക്കാരിൽ ഓടിക്കോ ഗൈസ്. അപ്പോൾ റെഡി 1 2 3 സ്റ്റാർട്ട്. ഓടിക്കോ. ഗൈസ് നമ്മൾ അടിച്ച വന്നു. എൻ്റെ മോനെ വണ്ട്. ഗൈസ് പോലീസൊക്കെ നമ്മളെ മേത്ത് കൂടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഓക്കെ നമ്മൾ ഗോൾഡൻ ബീനും കണ്ടു ഗൈസ്. ഗോൾഡൻ ബീയും കണ്ടു. കിട്ടി ഗൈസ്. നമ്മളെ ഗോൾഡൻ ബീനും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നേരെ നമുക്ക് നമ്മളെ വീട്ടിൽ പോവാം ഗൈസ്. ഓക്കെ വണ്ട്. ഓക്കെ ഗൈസ് നമ്മളെല്ലാവരും കൂടി ചേർന്ന് വളയാണ് ഗൈസ്. നമുക്ക് നേരെ പെട്ടെന്ന് നമ്മളെ കാറിൻ്റെ അടുത്ത് ഓടാ ഗൈസ്. കാർ കിട്ടിയാൽ നമുക്ക് പേടിച്ചണ്ട ഗൈസ്. നേരെ നമുക്ക് നമ്മളെ സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോവാ ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് നമ്മളെ കാർ എടുക്കട്ടെ ഗൈസ്. ഓക്കെ നമ്മളെ കാർ എടുത്ത് നമ്മൾ പിന്നാലെ ഓടിക്കണം ഗൈസ് പോലീസൊക്കെ. ഗൈസ് പറ്റുന്നു. കമോൺ വണ്ടി എടുക്കുക. ഗൈസ് നമ്മൾ വണ്ടി എടുത്ത് നേരെ നമ്മൾ സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ സയൻറ്റിസ്റ്റ് ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. നമുക്കതിനെ സയൻറ്റിസ്റ്റിനെ ഇവിടെ നിർത്താം ഗൈസ്. എന്നിട്ട് നമ്മളെ ഗോൾഡൻ പിയൂണ് നമ്മളെ സയൻറ്റിസ്റ്റിന് കൊടുക്കാം. ഹലോ സയൻറ്റിസ്റ്റ് പ്യൂണിറ്റി ഗോൾഡൻ പ്യൂണിറ്റി കിട്ടും. ഒന്ന് തോ പെട്ടെന്ന് ഞാൻ കണ്ടാലും 15 മിനിറ്റ് ശരിയാക്കി തരാം. എന്നാ ഓക്കെ നീ എന്തായാലും 15 മിനിറ്റ് വെയിറ്റ് ചെയ്യും. എടാ സാറിനുണ്ടാക്കി എവിടെ എത്താൻ പെട്ടെന്ന്. ഒന്നോടോ നീ പെട്ടെന്ന് പോയി ഇങ്ങനെ ഷിൻജാനെ മേത്ത് കുത്ത്. സമയമില്ലാത്തതുകൊണ്ടാ. ഓക്കെ ഞാൻ എന്തായാലും പോട്ടെ. ഓക്കെ നമ്മൾ സയൻറ്റിസ്റ്റ് പറയുന്നത് നമ്മുടെ ഷിൻജാന് പെട്ടെന്ന് പോയി ഇങ്ങനെ നമ്മുടെ ഷിൻജാനെ ഇത് വെച്ച് കുത്തണമെന്നാണ്. നമ്മുടെ ഷിൻജാൻ ജൈൻറ്റ് ഷിൻജാനായി മാറും ഗൈസ്. നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. നമുക്ക് എന്തായാലും ഷിൻജാൻ്റെ അടുത്ത് നേരെ പോവാ ഗൈസ്. ഓക്കെ നമുക്ക് നേരെ നമ്മുടെ ഷിൻജാനെ രക്ഷിക്കണം ഗൈസ്. എന്ത് വില കൊടുത്തു. അപ്പം നേരെ നമുക്ക് പോവാ ഗൈസ്. ഓക്കെ നമ്മൾ ഷിൻജാ എണീച്ചിട്ടുണ്ടല്ലോ. എൻ്റെ മോനിബന്ധം ഇങ്ങനെ ക്രൂരമായി നോക്കുന്നത്. എടാ ഷിൻജാനെ. ഏത് ഷിൻജാന്? ഞാൻ ഷിൻജാനൊന്നല്ല. നീ ആരടാ? ഞാൻ കാണിച്ചു തരാം. എന്നാടാ പിടിച്ചോ. അയ്യോ ഗൈസ് നമ്മൾ ഷിൻജാ ഇട്ടെറിഞ്ഞിട്ടുണ്ട്. എൻ്റെ മോനെ. ഗൈസ് നമ്മൾ ഷിൻജാ ഇങ്ങോട്ട് എറിഞ്ഞു. എൻ്റെ മോനെ നമുക്കതാണ് എണീക്കട്ടെ. ഗൈസ് നമ്മൾ ഷിൻജാ നമ്മളെ വലിച്ചെറിഞ്ഞു. അല്ല ഷിൻജാനെ നീ ഒന്ന് പറയുന്നേക്ക്. ഏത് ഷിൻജാനാ? നിനക്ക് കിട്ടിയോണ്ടും പോരെ. ഓക്കെ നമ്മൾ ഷിൻജാനെ മേത്ത് എങ്ങനെ ഇപ്പോൾ ഈ സമയത്തൊന്ന് കുത്തി വെക്കണം ഗൈസ്. ഓക്കെ നമ്മൾ ഷിൻജാനെ കുത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഷിൻജാൻ ബോധം കെട്ടിയിട്ടുണ്ട് ഗൈസ്. എണീക്കാൻ ഷിൻജാനില്ല. ഓക്കെ നമ്മൾ ഷിൻജാൻ ചെറുതായിട്ടുണ്ട് ഗൈസ്. എടാ ഷിൻജാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. ഫ്രാങ്കിൽ ബൈക്ക് കുഴപ്പമൊന്നുമില്ല. ഗൈസ് നമ്മൾ ഷിൻജാൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഷിൻജാൻ ചെറുതായിട്ടുണ്ട്. ഫ്രാങ്കിൽ ബൈൻ്റെ മുഖത്ത് എൻ്റെ ചോരൊക്കെ അതൊക്കെ ഒരു വലിയ കഥയാണ്. അയാൾക്ക് പറഞ്ഞാലൊക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തയിലേക്ക് എല്ലാവർക്കും ബൈ.